കല്ലറയ്ക്ക് ആവേശമായി കല്ലറ ക്ഷേത്രത്തില് പൂരം ഇന്ന് അരങ്ങേറുകയാണ്. അപ്പൊ ഒരുപാട് ആളുകൾ ഭക്തിസാന്ദ്രമായി എത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകളാണ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറാകുന്നത്. എന്താണെങ്കിൽ അവരുടെ വിശേഷങ്ങൾ അത് ഗംഭീരമാണ്. അപ്പോ ആതിരയ്ക്ക് എന്താണ് ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റിയും അല്ലെങ്കിൽ ഈ ഒരു പൂരത്തിനെ പറ്റിയും ഒക്കെ ഒന്ന് പറയാനുള്ളതൊക്കെ? എനിക്കിവിടെ വന്ന് കണ്ടിട്ട് തോന്നുന്നത് ഇത് ഭയങ്കരമായിട്ട് അടിച്ചു പൊളിക്കുമെന്നാണ് തോന്നുന്നത്. കാര്യം ഒരു പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് തൃശ്ശൂർ പൂരം മാത്രമല്ല കല്ലറയിലും പൂരം ഉണ്ടെന്നുള്ളത് കല്ലറക്കാർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ലറപ്പൂരത്തിന്റെ ആനയെ സ്വീകരിക്കാനുള്ള ആവേശത്തോടു കൂടി ഓരോരുത്തരും ചെയ്ത് നാട്ടുകാരെല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ആൾക്കാരെല്ലാം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകള് കഠിനമായ പരിശ്രമത്തിലൂടെ നിരവധി പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ എല്ലാവരുടെ ഒരു വിശേഷങ്ങളും ആ ഒരു കാഴ്ചകളെല്ലാം നമുക്കൊന്ന് കവർ ചെയ്യാം അല്ലെ? എല്ലാവരോടും നമുക്കൊന്ന് വിശേഷമൊക്കെ തിരക്കിയിട്ട് വരാം. എന്താണ് കല്ലറപ്പൂരത്തിന്റെ വിശേഷങ്ങളും അതിന്റെ കഷ്ടപ്പാടുകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതെ. കല്ലറപ്പൂരത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ പറയുന്നതിന് വേണ്ടി നമ്മുടെ 121 SNDP ശാഖയുടെ സെക്രട്ടറിയായ സുദർശനൻ ചേട്ടൻ നമ്മളിവിടെ കൂടുന്നുണ്ട്. അപ്പൊ സുദർശനൻ ചേട്ടനോട് തന്നെ നമ്മുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. കല്ലറ ശ്രീ ശാരദാ ക്ഷേത്രം എന്ന് പറയുന്നത് 121 നമ്പർ കല്ലറ SNDP ശാഖയുടെ വകയാണ്. അപ്പോൾ ഇന്ന് അഞ്ചാം ഉത്സവത്തിന് ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് 5 മണി മുതൽ കല്ലറ പൂരം. ഈ പൂരം എന്ന് പറയുന്ന കല്ലറ ദേശത്തിൻ്റെയും ഈ പ്രദേശത്തുള്ള മൊത്തം ആൾക്കാരുടെയും ഒരാഘോഷമാക്കി എത്തിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഏറ്റവും ക്ഷേത്രത്തിലെ വിശേഷമായ പള്ളിവേട്ടയും ഇന്നുണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എന്ത് പുരോഗതിയാണ് പൂരത്തിനകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്? പൂരത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഓരോ വർഷം കൂടുമ്പോഴും അതിൻ്റെ പ്രൗഢി കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ക്ഷേത്രത്തിൽ ചടങ്ങുകളും മറ്റു കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിലും വളരെ എന്താ പറയുക ചിലവേറിയ ഒരു കാര്യമായിട്ടാണ് ഈ വർഷത്തെ നമ്മുടെ ഉത്സവം നടക്കുന്നത്. അപ്പം ഇതിലും മെച്ചപ്പെട്ട എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. ഇനി ഇതിലും മെച്ചപ്പെട്ട ഉത്സവമായിരിക്കും അടുത്ത പ്രാവശ്യം എന്ന് പറയുന്നതിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒത്തിരി ആളുകൾ ഈ വർഷം വരുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും കല്ലറപ്പൂരത്തിൻ്റെ ഓരോ വർഷം തോറും ഇങ്ങനെ ആൾക്കാരുടെ ഒരു ബാഹുല്യം, അതായത് ഈ ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞ് വെളിയിലും ഈ റോഡിൽ എംബ്ലോക്കാണ്. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യമാണ് എല്ലാ പ്രാവശ്യവും ഉള്ളത്. വളരെ മനോഹരമായിട്ടും അവർ വളരെ കാര്യപ്രാപ്തിയോടു കൂടിയാണ് ഈ പൂരം ശ്രീ ശാരദ യൂത്ത് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള പിള്ളേരാണ് പിള്ളേർ എന്താ പറയുന്നത് വളരെ ശക്തരായിട്ടുള്ള കുറച്ച് ആൺകുട്ടികളുടെ ഒരു നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വളരെ ആഘോഷപരമായിട്ടാണ് അവർ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. പൂരത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇത് കല്ലറയുടെ ഒരു ദേശീയ ഉത്സവം എന്ന് വേണം നമുക്ക് പറയാം. ഇവിടെ ജാതിയില്ല, മതമില്ല, അങ്ങനെ ഒരു വേർതിരിവില്ലാതെ കല്ലറക്കാരെല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദിനമാണിത്. അതായത് ഓണം പോലെ കല്ലറക്കാർ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടുകൂടി നിൽക്കുന്ന ഒരു ഉത്സവമാണ്. അതിനുശേഷം പള്ളിവേട്ട മഹോത്സവമുണ്ട്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ചടങ്ങാണ് പള്ളിവേട്ടയുണ്ട് വൈകുന്നേരത്തോടുകൂടി തന്നെ. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൂട്ടായ്മയാണ്, വളരെ നല്ലൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ വിജയമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നടന്ന എല്ലാ പരിപാടികളും ഒരു യുവാക്കളുടെ ഒരു അധിക കൂട്ടായ്മയുണ്ട്. അത് യുവാക്കളെന്നോ അങ്ങനെ ഒരു വേർതിരിവില്ലാതെ എല്ലാവരും യുവത്വം, അതെ, നാട്ടുകാരെല്ലാവരും കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ ഒരു യുവത്വം തുളുമ്പുന്ന ഒരു കൂട്ടായ്മയുടെ പ്രതിനിധിയാണ് ഞാനും വരുന്നത്. അതേപോലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഐതിഹ്യം എന്ന് പറഞ്ഞത് നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഇവിടെയാണ് പഠിച്ച് വളർന്ന് തുടക്കം ഇവിടെ നിന്നാണ്. അതായത് വിദ്യാസ്വരൂപിണിയായ നാരായമേന്ത്യ, കയ്യിൽ നാരായമേന്ത്യ ദേവീ സങ്കല്പമാണ്. അത് ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠയായിട്ടുള്ളത്, പൂർണ്ണ പ്രതിഷ്ഠയായിട്ടുള്ളത്. അതിൽ ഒരു ചുരുക്കം ചില അമ്പലങ്ങളിലൊന്നാണ് നമ്മുടെ കല്ലറ ശ്രീ ശാരദ ക്ഷേത്രം വരുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? പൂരം തന്നെയാണ് ഇന്നത്തെ ആഘോഷം. കല്ലറയിലായിട്ട് വെയിറ്റ് ചെയ്ത് വിദേശങ്ങളിൽ നിന്ന് ഒരാൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതായത് കേരളം മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ പൂരം കൂടാൻ വരുന്നുണ്ട്. ഇപ്പൊ കല്ലറക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരം നടക്കുന്ന ഒരു ഉത്സവം, അമ്പലത്തിലെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിലോട്ടാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്.
ഇതിപ്പോ പൂരത്തിനൊക്കെ ഇപ്പോൾ ആനകളുടെ കാര്യത്തിലാണെങ്കിലും പൂരത്തിന്റെ കാര്യത്തിലാണെങ്കിലും സർക്കാരിൽ നിന്നൊക്കെ ഒരുപാട് സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പൂരത്തിനകത്ത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും? ആനകളുടെ കാര്യത്തിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ ഇപ്പം സ്റ്റേയും കാര്യങ്ങളും വന്നുകൊണ്ട് നമ്മുടെ പൂരത്തെ അത് ബാധിക്കില്ല എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഒരു കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാം മറികടന്ന് അതിൻ്റേതായ രീതിയിൽ കൃത്യമായിട്ട് അതെല്ലാം ചെയ്ത് പൂരം അതിഗംഭീരമായിട്ട് നമ്മൾ കൊണ്ടാടുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കല്ലറ ദേശത്തിൻ്റെ ഒരു ദേശനാഥയായി അങ്ങനെ ചൈതന്യം നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമായി മാറിയിരിക്കുകയാണ് കല്ലറ ശ്രീ ശാരദാ ക്ഷേത്രം. ഉത്സവങ്ങളിൽ ധ്വജാതി ഉത്സവമാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ ധ്വജാതി ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രം ആണ് നമ്മുടെ കല്ലറ ശാരദാ ക്ഷേത്രം. ധ്വജാതി എന്ന് പറയുമ്പോൾ കൊടിയേറ്റി ദേവീ ചൈതന്യത്തെ സഹസ്രാരപത്മം വരെ എത്തിക്കുന്ന മഹത്തായ ഒരു കർമ്മം. 6 അഹസോടുകൂടിയാണ് കല്ലറ ശ്രീ ശാരദാ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. അതിൽ 5ാമത്തെ അഹസ് ദിനമായ ഇന്ന് പള്ളിവേട്ട പൂരം. അപ്പം അതിനുശേഷം ക്ഷേത്രഗാത്രത്തിൽ നിന്നും ദേവീ ചൈതന്യത്തെ നമ്മൾ ആ ക്ഷേത്രഗാത്രത്തിൻ്റെ വെളിയിലേക്ക് അമ്മയുടെ ചൈതന്യത്തെ എഴുന്നള്ളിക്കുന്നതാണ് പള്ളിവേട്ട. അപ്പോൾ പള്ളിവേട്ട മഹോത്സവം എന്ന് പറയുമ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ട്. തന്ത്രോക്തമായ ക്രിയകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പള്ളിവേട്ട. പള്ളിവേട്ട നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മൃഗീയമായ വാസനകളെ സംഹരിക്കുന്നതിന് വേണ്ടി ദേവി ഒരു വേടൻ്റെ രൂപത്തിൽ, കിരാതമൂർത്തി എന്ന് പറയും, ശിവൻ്റെ ഒരു ഭാവമാണത്. അപ്പോൾ കിരാതമൂർത്തിയുടെ ഒരു ഭാവം, ഒരു വേടൻ്റെ ഭാവത്തിൽ ദേവി നമ്മുടെ ക്ഷേത്രഗാത്രത്തിൽ നിന്നും ആ ക്ഷേത്ര നിയമ പരിധിയിൽ നിന്നും വെളിയിലേക്ക് വനത്തിലേക്ക് പോകുന്നൊരു സങ്കല്പം. ക്ഷേത്രത്തിൽ നിന്ന് ആരാധിച്ച് ഇങ്ങ് പോരുന്നു. ഇവിടെ ഈ കാടിനകത്ത് കയറുന്നു. വേടനായിട്ട് ഞാൻ ഇത് ചെയ്യുന്നു. ദുഷ്ടശക്തികളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ദുഷ്ടശക്തികളുടെ മൃഗീയമായ വാസനകളെ കളയാൻ വേണ്ടി വേടൻ ദേവിയുടെ ഉഗ്രരൂപയായി വന്ന് ഒരു കുമ്പളങ്ങയിൽ കുത്തുന്നു. അത് തോളത്ത് വെച്ച് ഇത് കൊണ്ടുപോയി ചുറ്റും ഇതിലെ വേട്ടയാടി പോകുന്നു. ഇതാണ് അതിൻ്റെ ശാന്തി പറഞ്ഞല്ലോ. ഇനി ഇതിൻ്റെ ചെയ്യുന്ന ബാക്കി മുഴുവൻ ഇദ്ദേഹമാണ്, പ്രമോദാണ്. ഇതിൻ്റെ സഹായിയായിട്ട് നിൽക്കുന്ന ഞാനാണ്. നമ്മളാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിപ്പം ശാന്തി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാ ആൾക്കാരുമായിട്ട് വന്ന് തമ്മിൽ ശാന്തിയായിട്ട് ഇവിടെ വന്ന് ഇതിൻ്റെ അകത്ത് കയറി കുമ്പളങ്ങ കുത്തി ഇവിടുന്ന് പല വാദ്യോപകരണങ്ങളോടുകൂടി മേളത്തോടു കൂടി നമ്മളവിടെ ചെന്ന് ക്ഷേത്രത്തിൽ ചെല്ലുന്നു. ഈ അമ്പും വില്ലും കൊടിമരത്തോടി സമർപ്പിച്ച് ഈ പരിപാടി അങ്ങനെ സമാപിക്കുകയാണ്. എൻ്റെ ചെറുപ്പം തൊട്ട് ഞാനിവിടെ പൂരം കാണുന്നതാണ്. പിന്നെ ചെറുപ്പം തൊട്ട് ഞാൻ അമ്പലത്തിലൊക്കെ ഇങ്ങനെ ശാന്തിയായിട്ടൊക്കെ നിൽക്കാൻ തുടങ്ങി. പിന്നെ ഒരു ആനയോടുള്ള പ്രേമം കൊണ്ടാണ് ഞാനിവിടെ ശാന്തിയായിട്ട് വന്നത്. പിന്നെ അത് പതുക്കെ ഒരു 3-5 വർഷമായി ഞാനിപ്പോൾ ആനപ്പുറത്ത് കയറുന്നുണ്ട്. ഇന്ന് രാവിലെയും കൂടെ കയറി ഇറങ്ങിയൊക്കെ ഉള്ളൂ. ഇനി വൈകിട്ടും കയറാനുണ്ട്. ആനയോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ വന്നു, ശാന്തിയായിട്ട് വരുന്നു. ആനപ്പുറത്ത് കയറണം എന്നുള്ള വിചാരത്തിലാണ് ഞാൻ വന്നത്. ആനപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ചെറുപ്പം തൊട്ടിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒക്കെ ഇവിടെ ശാന്തിമാരാണ് ഇവിടെ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ആർക്കും കയറാൻ പറ്റത്തില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ ശാന്തിയായിട്ട് വരാം എന്നുള്ള രീതിയിൽ അങ്ങനെ വന്ന് ശാന്തിയായിട്ട് നിന്നു. ഇവിടെ ചെറുപ്പത്തിൽ ഇങ്ങനെ നിന്നു. പിന്നെ വലുതായപ്പം എവിടെ സമ്മതിച്ചു കയറാന്നുള്ള രീതി. അതായത് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്, ദേവസ്വം കമ്മിറ്റി ഉണ്ട്, അതുപോലെ പഞ്ചായത്ത് കമ്മിറ്റി, സ്കൂൾ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ളൊരു 20 അംഗ കമ്മിറ്റികളുണ്ട്. അതിനപ്പുറത്തേക്കായിട്ട് 101 പേരടങ്ങുന്ന ഒരു ഉത്സവ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം പൂരം നടത്തുന്നത് യൂത്ത് ട്രസ്റ്റ്, 40 യുവാക്കൾ ചേർന്നുകൊണ്ടൊരു യൂത്ത് ട്രസ്റ്റാണ് ആ പൂരം നടത്തുന്നത്. അതുപോലെ എല്ലാ വനിതാ സംഘം, യൂത്ത് മൂവ്മെൻറ്റ്, അതുപോലെയുള്ള എല്ലാവരും കൂടി സംയുക്തമായിട്ട് എല്ലാവരും ഒത്തൊരുമയോട് കൂടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ കല്ലറയുടെ ഒരു ദേശീയ ഉത്സവം നമുക്ക് വളരെ വിജയകരമായിട്ട് നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത്. അധികമായിട്ടുണ്ടായിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമ്മൾ ഇത്തവണ ഗ്രൗണ്ടിന് നമ്മളൊരു പ്രത്യേക ഒരു വാളണ്ടിയർ ഗ്രൂപ്പ് തന്നെ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി. ആ ഗ്രൗണ്ടിൽ അനാവശ്യമായ വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു 30 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയും കൂടി നമ്മൾ പുതുതായിട്ട് രൂപീകരിച്ചു. അമ്പലത്തിലെ എല്ലാ പ്രധാന വഴിപാടുകളും മുറിക്കുന്ന അനിരുദ്ധൻ ചേട്ടനും കുട്ടൻ ചേട്ടൻ എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ശിവപ്രസാദ് എന്നാണ് പേര്, ശരിക്കുള്ള പേര്. എല്ലാവരും കുട്ടൻ ചേട്ടൻ എന്നാണ് അറിയപ്പെടുന്നത് ഈ നാട്ടിൽ. അപ്പോൾ അവരോട് രണ്ടുപേരോടാണ് നമ്മൾ ഇനി പൂരത്തിൻ്റെ അടുത്ത വിശേഷങ്ങൾ ചോദിക്കാൻ പോകുന്നത്. ലോകമെമ്പാടും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അറിയാൻ പോകുന്നു. കേരളത്തിലൊട്ടാകെ അറിഞ്ഞിരിക്കുന്നതാണ് കല്ലറപ്പൂരം എന്ന് പറയുന്ന പൂരം. പക്ഷേ അത് കഴിഞ്ഞ പ്രാവശ്യം 9 ആനയുണ്ടായിരുന്നു. ഇത്തവണ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിയമപ്രകാരം അത്
3 മീറ്റർ അകലെ ആയതിനാൽ അത് കുറച്ച് ഇപ്പോൾ 7 ആനയാക്കിയിരിക്കുകയാണ്. എന്നാലും ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടിയാണ് ഈ പൂരം ഇന്ന് കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ആൾക്കാരെല്ലാം ഉടനെ തന്നെ ഇവിടെ എത്തിച്ചേരും, നിമിഷ നേരം കൊണ്ട് നടക്കും. ആ പൂരത്തിന് കലാകാരന്മാരെല്ലാം വന്ന് വാദ്യമേളങ്ങളോടുകൂടി നടക്കുന്ന ഈ പൂരം വളരെ ഭംഗിയായി നടത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചെറുപ്പക്കാരായ കുട്ടികൾ ഇപ്പോൾ ഇവിടെ കുറച്ച് യുവജനങ്ങളുണ്ട്, അവരതിനു വേണ്ടി മല്ലിട്ട് നടക്കുന്നത്. ഈ ആനയ്ക്കൊക്കെ ഭയങ്കര ശമ്പളം കൊടുത്താണ് ആനയൊക്കെ വരുത്തുന്നത്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ശാരദാമ്മയുടെ വിശ്വാസികൾക്ക് ഈ വർഷത്തെ ഉത്സവം പരമാവധി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അപ്പോൾ വരുന്ന 4 ദിവസങ്ങളിലായി ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടുകൾ കഴിഞ്ഞു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പൂരം, അതുപോലെ തന്നെ പൂരം സർക്കാരിൻ്റെയും കോടതിയുടെയും ഒക്കെ നിർദ്ദേശത്തെ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ആണ് നമ്മൾ പൂരം നടത്തുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിരിക്കുന്നു. പള്ളിവേട്ടയ്ക്കുള്ള ഒരുക്കങ്ങളും പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കൊണ്ട് ഏതാണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം കഴിയും. നാളെ കൊണ്ട് ഉത്സവം പരിസമാപിക്കുകയാണ്. ശാരദാദേവി ക്ഷേത്രം എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗമായി മാറിയേക്കുക. കാരണം നിരവധി വർഷങ്ങളായി ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. മകരമാസം 1-ാം തീയതിയുടെ തലേ ദിവസമാണ് ഇവിടെ വിശേഷം. അത് ഞാൻ എല്ലാ കൊല്ലവും അത് എനിക്ക് ഇവിടെ വരണം എന്നുള്ള നിർബന്ധം ഉള്ളത് കൊണ്ട് ഞാൻ വളരെ എൻ്റെ പേഴ്സണൽ ഡയറിയിൽ വളരെയധികം നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. തെറ്റിപ്പോരുത് എല്ലാ വർഷവും. അപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഇതിവിടെ മേളവും നന്നാവാറുണ്ട്. 3 മണിക്കൂറുണ്ട് ഉണ്ടാവാറുണ്ട്. അതിഗംഭീരമായ മേളം. ഇവരും ഇതിൻ്റെ സംഘാടകരും എന്നെ തന്നെ വിളിക്കാറുണ്ട്. ഇതുവരെ തുടങ്ങിയതിന് ശേഷം എന്നെ മാറ്റിയിട്ടില്ല. പ്രമാണസ്ഥാനം 1-2 പ്രാവശ്യം മാറിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ വരാറുണ്ട്. അതിനുശേഷം ഞാൻ തന്നെ വീണ്ടും പ്രമാണിയായിട്ട് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൊല്ലവും അത് വളരെ സന്തോഷമായിട്ട് എനിക്ക് വന്ന് ചെയ്യാൻ പറ്റാറുണ്ട്. അതിന് ദേവിയുടെ അനുഗ്രഹവും ഇവിടുത്തെ സംഘാടകരുടെയും നാട്ടുകാരുടെയും ആസ്വാദകരുടെയൊക്കെ പ്രാർത്ഥനയും അതുകൊണ്ടെല്ലാം ഭംഗിയായി നടക്കാറുണ്ട്. 15 ലക്ഷം രൂപയോളം ഏകദേശം ചെലവ് വരുന്ന ഈ പൂരം ഇക്കൊല്ലം വളരെ ഹൈക്കോടതിയുടെ മറ്റും തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് അനുകൂലമായ വിധി വന്നുകൊണ്ട് ഇവിടെ പൂരം ഇത്തവണ ഇന്ന് അരങ്ങേറുകയാണ്. ഇന്നുവരെ യാതൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ഇത്തവണയും അതിനൊന്നും ഇടവരുത്താതെ ദേവി പൂർണ്ണമായിട്ടും നമ്മളെ അനുഗ്രഹിക്കുകയും ഈ പൂരം വൻ വിജയമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. നമ്മുടെ യൂത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞ SNDPയുടെ പോഷക സംഘടനയാണ്. യുവാക്കളെല്ലാം കൂടെ നടത്തുന്നതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയൊരു വരുമാന മാർഗ്ഗമാണ്. ഈ വരുമാനത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗ്രൗണ്ടിലും നമ്മുടെ യുവാക്കൾക്കിടയിലോട്ടും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ വെള്ളമൊക്കെ കിട്ടുന്ന പൈസയ്ക്ക് അതേ 10 രൂപയ്ക്ക് തന്നെയാണ് ജനങ്ങളോട് എത്തുന്നത്. ഒന്ന് പൈസ കൊടുത്ത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. കിട്ടുന്ന എന്താണോ അതിനനുസരിച്ചാണ് കൊടുക്കുന്നത്. അതായത് വരുമാനം മാത്രമല്ല നമ്മൾ നോക്കുന്നത്, ഇതൊരു സേവനം കൂടി ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഐസ്ക്രീമൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള എടുക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വരുമാനം വെച്ച് നമ്മൾ ഒരുപാട് കാര്യം ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയും കാര്യങ്ങളും കളിസ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഒരുക്കാനും ഇപ്പോൾ കഴിഞ്ഞ 2-ാം ദിവസത്തിലെ ഉത്സവത്തിൻ്റെ 4 പ്രോഗ്രാം നമ്മൾ യൂത്ത് മൂവ്മെന്റ് നടത്തിയതായിരുന്നു. അത് ഗംഭീരമായിട്ടുള്ള പരിപാടിയായിരുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നു.